സംസ്ഥാനത്ത് ഇന്ന് കാലവർഷം ദുരിത പെയ്ത്തായി മാറി. മഴക്കെടുതിയിൽ ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. മരങ്ങൾ വീണ് വീടുകൾ തകരുകയും റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പലയിടങ്ങളിലും ഇന്നലെ രാവിലെ പോയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ KSEBിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബുവും, കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുളും, ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP യും, കണ്ണൂരിൽ നിന്ന് ബെൻസൺ ബാബുവും ചേരും. എനിക്ക് തോന്നുന്നു ബെൻസണിൽ നിന്ന് തുടങ്ങാം. ബെൻസൺ, കണ്ണൂരിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകൾ തകർന്നിട്ടുണ്ട്, റോഡൊക്കെ ആകെ പ്രശ്നത്തിലായിട്ടുണ്ട്. എത്രത്തോളം വലിയ രൂക്ഷമായിട്ടുള്ള മഴയാണ് അവിടെ ഉണ്ടായത്, ദുരിതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ നടപടികളാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഭരണകൂടം, ജില്ലാ ഭരണകൂടം? ഒപ്പം ഇപ്പോഴും മഴ തുടരുകയാണോ? സനീഷ്, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, അതോടൊപ്പം കോഴിക്കോട്, ഈ 3 ജില്ലകളിലുമായിരുന്നു അതിശക്തമായിട്ടുള്ള മഴ രാവിലെ തൊട്ട് തന്നെ ഉണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇടവിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ, വലിയ രീതിയിൽ തന്നെ കാറ്റടിക്കുന്നു. ചുഴലിക്ക് സമാനമായിട്ടുള്ള രീതിയിലാണ് പലയിടങ്ങളിലും കാറ്റ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വളരെ വലുതാണ്. മരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്നു, വീടുകൾക്ക് മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. പുഴയിൽ വീണ് പാലക്കുന്ന് യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കരിപ്പടി സ്വദേശിയായിട്ടുള്ള സാദിഖാണ് കാസർഗോഡ് അത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ബാക്കി കോഴിക്കോടും അതോടൊപ്പം തന്നെ കണ്ണൂരും കാസർഗോഡും ഈ ശക്തമായിട്ടുള്ള മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ രാവിലെ തൊട്ട് തന്നെ വലിയ വെള്ളക്കെട്ടുകൾ, അതായത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അത് അശാസ്ത്രീയമായ ഓട നിർമ്മാണം, അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ അതായത് മഴ നേരത്തെ തന്നെ എത്തി, അപ്പോൾ ഈ ശുചീകരണങ്ങൾ പൂർത്തിയാക്കാനുള്ള കാലതാമസം ഉണ്ടായി. അങ്ങനെ അവയെല്ലാം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. ഇത് വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുകയും അങ്ങനെ നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ കണ്ണൂർ ജില്ലയിൽ ക്യാമ്പുകളായി അങ്ങനെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ മഴ കനക്കുമ്പോൾ, വലിയ രീതിയിൽ വെള്ളം വരുമ്പോൾ ആ പ്രദേശത്ത് നിന്നും ആളുകളെ സേഫായി ഒരു താൽക്കാലിക ക്യാമ്പുകളിലേക്കാണ് ആളുകളെ മാറ്റുന്നത്. അത്തരത്തിൽ ഏകദേശം 40 കുടുംബങ്ങളെ കണ്ണൂർ ജില്ലയിൽ മാത്രമായി അത്തരത്തിൽ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളിലുള്ള ആളുകളെയും മാറ്റി താമസിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഇതേ സമാനമായിട്ടുള്ള. മറ്റുള്ളവരിലേക്ക് കൂടെ പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ദേവൻ കൂടെ അവിടെ നിന്ന് ആലപ്പുഴയും ചേരുന്നു. ദേവൻ, ആലപ്പുഴയിലും ഇന്ന് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. വലിയ ദുരിതത്തിലായിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും ആളുകൾ. വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന മുന്നറിയിപ്പാണോ ജില്ലയെ സംബന്ധിച്ചുള്ളത്? അവിടെ മാത്രമല്ല, മധ്യകേരളത്തിലാകെ മഴ തുടരുകയാണല്ലോ അല്ലേ? തീർച്ചയായും സനീഷ്, ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ മുതലാണ് ഒരു ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലായി എന്ന് തന്നെ പറയാൻ കഴിയും. പ്രത്യേകിച്ചും കുട്ടനാട്, ഒപ്പം തന്നെ അമ്പലപ്പുഴ, തോട്ടപ്പള്ളി മേഖലകളിലാണ് ഇന്ന് ഈ വെള്ളക്കെട്ട് കടുത്ത രീതിയിലുള്ള ഒരു നാശനഷ്ടം അല്ലെങ്കിൽ ഒരു ദുരിതം ഇന്ന് ജനങ്ങൾക്ക് വരുത്തിയത്. ഈ കുട്ടനാടിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഒപ്പം തന്നെ അമ്പലപ്പുഴ, ഒപ്പം തന്നെ തോട്ടപ്പള്ളി, പുറക്കാട് മേഖലകളിൽ രൂക്ഷമായി വെള്ളക്കെട്ടുണ്ടായി. ഈ കാലവർഷം നേരത്തെ എത്തിയത് ഈ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിലൊരു കാലതാമസം ഉണ്ടാക്കി. ഇതാണ് ഈ താഴ്ന്ന മേഖലകളിൽ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് തുടരാൻ ഉള്ള ഒരു കാരണമായി നാട്ടുകാർ പറയുന്നത്. മുൻവർഷങ്ങളെല്ലാം തന്നെ മഴ കാലവർഷ സമയത്ത് ഈ മേഖലകളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. എങ്കിൽ കൂടിയും ഈ പൊഴി മുറിക്കുന്നത് വഴി ഇത്തരത്തിൽ ഈ പ്രളയജലം കിഴക്കൻ മേഖലകളിൽ നിന്നെത്തുന്ന പ്രളയജലം കടലിലേക്ക് ഒഴുകി പോകാറാണ് പതിവ്. എന്നാൽ ഈ പൊഴി മുറിക്കുന്നതിൽ ഒരു കാലതാമസമുണ്ടായി. അതാണ് ഈ മേഖലകളിൽ ഈ വെള്ളക്കെട്ട് തുടരാനായിട്ട് കാരണമായി പറയുന്നത്. ഈ തോട്ടപ്പള്ളി പുറക്കാട് പഞ്ചായത്തിൽ 8-9 വാർഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രാവിലെ നമ്മൾ ആ മേഖലയിൽ നിന്നും ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തതായിരുന്നു. മേഖലയിൽ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ ആ മേഖലകളിൽ പൂർണ്ണമായും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, കുട്ടനാട് ഈ 3 താലൂക്കുകളിലായി ഏകദേശം 117ഓളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായും അമ്പലപ്പുഴയിലാണ് 103 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം കുട്ടനാടുള്ള 2 ക്യാമ്പുകളിലായി 10ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾക്ക് അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 153ഓളം വീട്ടുകാരെ അങ്ങോട്ട് മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എത്രത്തോളം രൂക്ഷമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. കൊല്ലത്ത് നിന്ന് ഷമീർ കൂടെ ചേരുന്നുണ്ട്. ഷമീർ, എല്ലായിടത്തും മഴയാണ്. കൊല്ലത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. രാത്രിയിലും ഉണ്ടോ, ഇപ്പോഴും ഉണ്ടോ മഴ? എത്ര വീട്ടുകാർ ദുരിതത്തിലായിട്ടുണ്ട്?
സനീഷ്, രാവിലെ മുതൽ ആരംഭിച്ച മഴയ്ക്ക് കൊല്ലം നഗരത്തിൽ ഇപ്പോൾ ഒരു ഏതാണ്ട് അരമണിക്കൂറായി അല്പം ശമനമുണ്ട്. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകൾ ആകമാനം മഴ തുടരുകയാണ്. പത്തനാപുരം, പുന്നല, അതുപോലെ തന്നെ അഞ്ചലിലെ പാണയിൽ, ഏരൂർ, അതുപോലെ കുളത്തുപ്പുഴയിലെ വനമേഖലയൊക്കെ തന്നെ വീടുകൾ തകർന്നു വീണ സാഹചര്യമുണ്ട്. ഇന്ന് മാത്രം ഏതാണ്ട് 8 വീടുകൾ കൊല്ലം ജില്ലയിലാകമാനം തകർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടത്തും KSEBക്ക് വലിയ നാശനഷ്ടമുണ്ടായി. കൊല്ലം നഗരത്തിലാകമാനം വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായി. കൊല്ലം തങ്കശ്ശേരിയിലാണ് കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത ബന്ധം നഗരത്തിലാകമാനം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ എല്ലാ വില്ലേജ് ഓഫീസർമാരോടും തയ്യാറായിരിക്കാൻ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ എഴുകോണിലും കൊട്ടാരക്കരയിലും വീടുകൾ ഇടിഞ്ഞു താഴുന്നൊരു സാഹചര്യമുണ്ടായി. അത് ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇവിടേക്കെല്ലാം തന്നെ വില്ലേജ് ഓഫീസർ നേതൃത്വത്തിലുള്ള സംഘം എത്തി നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ കൊട്ടാരക്കരയിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. സനീഷ്, അതാണ് കൊല്ലത്തെ സ്ഥിതി. നന്ദി ഷമീർ. വിവരങ്ങൾക്ക് ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. ബിനിൽ, തിരുവനന്തപുരത്താണ് താരതമ്യേന കുറവ് മഴ എന്നാണ്, മറ്റുള്ള ജില്ലകളെ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളെ പരിഗണിച്ചാൽ കുറവ് മഴ അവിടെയാണ് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അവിടെയും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അല്ലേ? സനീഷ്, തീർച്ചയായിട്ടും മലയോര മേഖലയിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ മരങ്ങൾ ഒടിഞ്ഞ് വീടുകൾ തകരുന്നതാണ്. അത് പ്രധാനമായും ഉണ്ടായത് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കുന്നത്തൂർ അടക്കമുള്ള പ്രദേശങ്ങളിലാണ്, കഴക്കൂടത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം വീടുകൾക്ക് മേൽ മരം വീണത്. അങ്ങനെ 3 വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കനത്ത മഴയിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉള്ളത് തീരദേശ മേഖലയിലാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്നും ഇന്നലെ കടലിൽ പോയ 12 മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് എത്തേണ്ടതായിരുന്നു അവർ, പക്ഷേ എത്തിയില്ല. അവരെ ബന്ധപ്പെടാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിനെ, അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസിനെയും ബന്ധുക്കൾ ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഈ തിരച്ചിൽ കടലിൽ തുടരുന്നത്. വിഴിഞ്ഞത്ത് ആ തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നത്. രാത്രി വൈകിയും തിരച്ചിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇന്ന് രാവിലെ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു. ശക്തമായ തിരയാണ്, കടൽ പ്രക്ഷുബ്ധമാണ്. അതിലാണ് ഒരു ബോട്ട് തകർന്ന് ഒരാൾ മരിച്ചത്. മത്സ്യത്തൊഴിലാളിയായ പുല്ലുവിള സ്വദേശിയായ തദേവൂസ് ആണ് മരിച്ചത്. അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. എന്തായാലും വലിയ ദുരിതമാണ് തീരദേശ മേഖലയിൽ അടക്കമുള്ളത്. അതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടം ഗ്രാമീണ മേഖലയിൽ ഉണ്ടായി. പ്രത്യേകിച്ച് നേരത്തെ സനീഷ് പറഞ്ഞത് വൈദ്യുതിയാണ് വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. നെടുമങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി വൈദ്യുതി വലിയ പ്രശ്നമാണ്. അവിടെ പ്രത്യേകിച്ച് KSEBയെ ചോദിക്കുമ്പോൾ KSEBയുടെ മറുപടി എന്ന് പറയുന്നത് ഇതിൽ വലിയ നാശനഷ്ടം KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതാണ്. ഹൈ ടെൻഷൻ പോസ്റ്റുകളും അതോടൊപ്പം ലോ ടെൻഷൻ പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. വലിയ ഒരു നാശത്തിന്റെ കണക്കാണ് KSEB പറയുന്നത്. ഇപ്പോഴുള്ള കണക്ക് പ്രകാരം 138 കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് KSEB പറയുന്നത്. പക്ഷേ അടിയന്തരമായി പോസ്റ്റുകൾ മാറ്റി വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും മഴ വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ നാളെ എല്ലാ ജില്ലയിലും മഞ്ഞ അലർട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് അടുത്ത 3 മണിക്കൂറിലേക്ക് ഉള്ളത്. സനീഷ്, ശരി, നന്ദി ബിനിൽ. വിവരങ്ങൾക്ക് ഒപ്പം ഷമീർ, ദേവൻ, ബെൻസൺ ഈ വിവരങ്ങൾ നൽകിയതിന് എല്ലായിടത്തും നന്ദി. അദ്ദേഹം ബിനിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ KSEB വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈദ്യുതി ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. KSEBക്കാരോട് കറണ്ടില്ലാത്തതുകൊണ്ട് ദേഷ്യം വരുന്ന ആളുകൾ പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 139 കോടിയോളം രൂപയുടെ നാശനഷ്ടം KSEBക്ക് തന്നെയും ഉണ്ടായിട്ടുണ്ട് ഈ മഴയിൽ. എന്ന് മാത്രമല്ല, അവരുടെ സേനാ അംഗങ്ങൾ, KSEBയുടെ പ്രവർത്തകർ, അവരുടെ ജീവനക്കാർ ഈ ശക്തമായിട്ടുള്ള മഴയിൽ പോലും കഠിനമായിട്ടുള്ള അധ്വാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് നിശ്ചയമായിട്ടും രോഷമുണ്ടാവുകയല്ല വേണ്ടത്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ജൂൺ 5-ാം തീയതി വരെ ശക്തമായ മഴയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ജൂൺ 5-ാം തീയതി വരെ. അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെ കുറേ ദിവസങ്ങൾ കൂടെ തുടരേണ്ടതായിട്ട് വരും. ഡാമുകളിൽ വെള്ളം നിർത്തരുത് എന്ന ഉറപ്പ് എന്ന ഒരു സൂചന നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി കെ രാജൻ നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. പ്രളയ സാധ്യത എന്തായാലും ഇല്ല, തൽക്കാലത്തേക്കെങ്കിലും ഇല്ല എന്നും മന്ത്രി
നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ശുഭകരമായ കാര്യമാണ്. 66 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1894 പേരെ വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ടായിരുന്നു. കനത്ത മഴയ്ക്ക് പിന്നാലെ മരണക്കണക്കും ഉയരുകയാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇന്ന് മാത്രം മഴക്കെടുതിയിൽ 5 മരണങ്ങളുണ്ടായി. വളരെ വലിയ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് കഴിയാവുന്ന മുൻകരുതലുകൾ എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും RDX അഭ്യർത്ഥിക്കുന്നു. രാവിലെ ഹലോ മലയാളത്തിൽ സ്കൈ വാച്ച് മുതൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന മഴ മുന്നറിയിപ്പുകൾ ഞങ്ങളുടെ ഓരോ ബുള്ളറ്റിനുകളിലും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെടും. വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നുള്ള അലേർട്ടുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.